രസമുണ്ട് കാണാനല്ലേ? കുളം നോക്കതിന് അടിപൊളി. അപ്പഴേ ഒന്ന് ഞങ്ങള് ചെറുതായിട്ടൊന്ന് നടക്കാനുള്ള കേട്ടോ. നീ ഇതൊക്കെ പിടിച്ച് വലിച്ച് വെറുതെ റിസ്ക് ആകല്ലേ. കുഞ്ഞുമോളുണ്ടെങ്കിൽ ഒരു ഒറ്റ പുളിങ്ങത്തും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളിങ്ങനെ ഷെർലക് ഹോംസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പുളിങ്ങന്നല്ലോ എന്തോ പോലെ ഉണ്ട്. പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, പിന്നെ എന്താ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വ്ളോഗല്ല, ഇച്ചിരി പഴയ വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പുതിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വന്ന വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. കാരണം എന്നും വീഡിയോ ഇടുന്ന ആൾക്കാരല്ലോ, ആഴ്ചയിൽ 1-2 വീഡിയോസ് ആണ് നമ്മൾ ഇടുക. അപ്പൊ ഇങ്ങനെ വീഡിയോ ചിലപ്പോൾ പെൻഡിങ്ങിലായി പോകും. കാരണം ഞാനിപ്പം ഇത്ത പ്രസവിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ, ഒരാഴ്ച വരെ ഞാൻ മംഗള വീട്ടിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് ഷാജി തിരിച്ച് സൗദിക്ക് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്ത പ്രസവിച്ചത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആ വിശേഷങ്ങൾ മുഴുവൻ ഇടാൻ പറ്റിയില്ല. അപ്പൊ ഇതിനും ഇത്ത പ്രസവിച്ച ആ സമയത്ത് എല്ലാവർക്കും ഇത്താന്റെയും ബേബിന്റെ ഒക്കെ ആ വിശേഷങ്ങൾ അറിയാനായിരിക്കുമല്ലോ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ. പിന്നെ ആ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇത്താന്റെ ഡെലിവറിയും കാര്യങ്ങളും ആ വീഡിയോസ് ആണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ് ഇട്ടത്. അതുകൊണ്ട് നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള ആ വീഡിയോകളാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴും എല്ലാവർക്കും ഇത്താന്റെ വിശേഷങ്ങളും ബേബിന്റെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും. ഒരുപാട് പേര് കമന്റ്സും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ബേബിന്റെ വിശേഷങ്ങൾ, ബേബിന്റെ പുതിയ പിക്ക് ഉണ്ടോന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ബേബിന്റെ പുതിയ പിക്കൊന്നും ഇത്താനോട് പോലും ചോദിക്കാറില്ല. കാരണം എനിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അതായത് ഓരോ ദിവസം കഴിയുന്നവരെ കുഞ്ഞു ബേബികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ നമുക്ക് ചായയൊക്കെ. അപ്പം എങ്ങനെയായിട്ടുണ്ടാവുന്ന ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാനും. ഇനിയിപ്പോ ഈ സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ തിരൂര് പോകണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. ഒരു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പോയിട്ട് ബേബിക്കുള്ള കുഞ്ഞു ഉടുപ്പൊക്കെ പർച്ചേസ് ചെയ്യണം. അങ്ങനെയൊക്കെ പ്ലാനിങ്ങിലുണ്ട് കേട്ടോ. അപ്പം അതവിടെ കേട്ടെ. അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് ഞാൻ അവിടെ ബാക്കി വെച്ച കുറച്ച് വിശേഷങ്ങളുണ്ട് മങ്ങളുടെ വീട്ടിലത്തെ. അതാണ് ഇന്ന് വ്ളോഗാക്കി ഇടാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു കേട്ടോ. എപ്പോഴും ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടുക. ഇപ്പം ഷാജി വന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയത്. അപ്പൊ കുഞ്ഞുമോൾ ഇപ്പം മങ്കടയിലുണ്ട് കേട്ടോ വീട്ടില്. കാരണം ഇപ്പൊ അവളുടെ അവിടുത്തെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു ഇപ്പം മങ്കട ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഒരു അടിപൊളി സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. സാമ്പാർക്ക് വേണമെന്നില്ല. പിന്നെ ഇതിന്റെ പുളിഞ്ചിയാണ് കേട്ടോ. അരി വറുത്തല്ലേ, അപ്പോൾ അത് കൊടുക്കുന്നല്ലേ. ഞാന് പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, പിന്നെ എന്തോ കാളനോടാണ് എന്തോ ഉണ്ടാക്കണം. അത് ഈ യൂട്യൂബൊക്കെ നോക്കി വീണ്ടും ചെക്ക് ചെയ്തതാണ് കേട്ടോ. ബാക്കി നമ്മൾ നെയ്യാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു സദ്യന്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ ഞങ്ങൾ. മിനിക്ക് ഇന്ന് വറുക്കുന്നുണ്ടോ, അതുകൊണ്ട് അവൾ ഏകദേശം ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോഴിനെ. ഇലയും ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ. എടാ പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിൾ ഷാജി ഉണ്ടാകുമ്പോൾ പിന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇക്കണ്ട നേരെ താഴെയുള്ള അനിയനാണ് കേട്ടോ ഷാജി. അവൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴേ ഞങ്ങൾക്ക് എന്നും ഓരോ സ്ഥലത്തേക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, ഫുള്ള് തന്നെയായിരുന്നു. ഒരാഴ്ച ഞാൻ അവിടെ നിന്ന് ഒരാഴ്ച ഞങ്ങൾ ഫുള്ള് പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. പൈനാപ്പിൾ പച്ചടിൻ്റെയും ബീട്രൂട്ട് പച്ചടിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചതാണ്. പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കണേ. രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുമോളാണ് കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ പായസം ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി. ഷാജിയെ പിന്നെ ഫുൾ ഹെൽപ്പായിട്ട് കിച്ചണിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം 2 ദിവസം മുന്നേ ഞങ്ങളുടെ സ്കൂളിൽ മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ +2 ബാച്ചിൻ്റെ മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. അപ്പം അന്നിങ്ങനെ ആ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പം അന്നിങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം നിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഭയങ്കര അടിപൊളിയാണല്ലോ, നിനക്ക് പറ്റിയ ആൾക്കാരാണ്. അതായത് നമ്മളുടെ ഇവിടെ ആണെങ്കിലും എല്ലാവരും എപ്പോഴും ഒരു കൂട്ടായിട്ടും യാത്രകൾ പോയിട്ടൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് അവിടെ നിന്ന്. സത്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഓർക്കായിരുന്നു. സദ്യയൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ കുളത്തേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കാം. കുട്ടികൾക്കൊക്കെ വെറുതെ കേട്ടോ. എന്നാ ചെറിയോ തോട് ചേര അതൊക്കെ ഒന്നല്ലേ. അടിപൊളി തോടുണ്ട് കേട്ടോ. നല്ല രസം തന്നെയാണ്. ഞാൻ വീടിച്ചെടുത്തല്ലേ, രസമുള്ള തോടാണ് ഗായ്സ്. തെങ്ങിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ട്രൈപ്പോഡ്. നല്ല രസമുണ്ട് കാണാനല്ലേ. കുളം നോക്കതിന് അടിപൊളി. അപ്പോഴേ ഒന്ന് ഞങ്ങള് ചെറുതായിട്ടൊന്ന് മുങ്ങി എണീക്കും. അതെന്നെ പറത്തൊക്കെ കിട്ടും. നല്ല രസം കേട്ടോ. ഒന്ന് കയ്യും കാലിട്ട് അടിക്കാനോ വെള്ളത്തില്. അതിന്റെ അത്രക്കൊക്കെ ഇവിടെ ആഴല്ലേ. നല്ല
ഇവിടെ മാത്രം നല്ല രസമുണ്ട് പറന്ന് വിടുന്ന എന്തുകൊണ്ട് നന്നായി അതാ സത്യത്തിൽ ചെറുതായി ഒന്ന് പണി വാളിയുന്നത്. അങ്ങനെ ഞങ്ങള് വെള്ളത്തിലൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടോ, പർദ്ദയൊക്കെ കൊടുത്തോണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കേറി ഇവിടെ അടുത്ത് ചായ കുടിക്കുന്നു. എന്റെ സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. എന്താ സ്ഥലത്തിന്റെ പേര്? യു കെ പടിയിൽ നല്ലൊരു ചെറിയൊരു ചായപ്പീടി കണ്ടപ്പോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അതൊക്കെ കഴിഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മങ്കടയിൽ നിന്ന് വന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് റിസോർട്ടിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. കാരണം ഇതിന്റെ ഇടയിലൊക്കെ നിതന്റെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവള് BEd പഠിക്കുകയാണ് കേട്ടോ. അപ്പം അവളുടെ എക്സാമും അവൻ വന്ന വെക്കേഷനും ഒക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പം അതിനിടയിൽ ഓരോ ദിവസം അവൾക്ക് എക്സാമിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു റിസോർട്ട് യാത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അവൻ പോകുന്നതിന്റെ തലേ ദിവസം പറഞ്ഞത് നമുക്കൊന്ന് കൊച്ചി വരെ പോകാം. കൊച്ചി പോകുമ്പോൾ പട്ടാമ്പി തന്നെ എടുത്തിട്ട് പോകാമല്ലോ. അങ്ങനെ ഞങ്ങള് പെട്ടെന്നൊരു വെറുതെ കൊച്ചിക്കൊന്ന് എവിടെയും കുറച്ച് ദൂരം എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൊച്ചിക്ക് ഒന്ന് ട്രിപ്പ് പോകാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ചുരിദാർ ഇട്ടോന്ന് എന്താ വെച്ചാൽ അന്ന് ഞാൻ കൊച്ചി പോകുമ്പം ഈ ചുരിദാറാണ് ഇട്ടത്. സിമ്പിൾ ആയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് ഈ ഒരു ചുരിദാർ ഇട്ടാണ് പോയത്. പിന്നെ അവിടെ ഞങ്ങൾ ഡ്രസ്സ് വേറെ വാങ്ങിച്ചിട്ടോ. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ ഈ ഒരു ചുരിദാർ എനിക്ക് ഈ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നതാണ്. ഇതൊരു സിമ്പിളായിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ കളർ എൻ്റെ എന്നത്തെ ഫേവറേറ്റാ. ഇങ്ങനത്തെ ഈ ടൈപ്പ് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൽ ഈ ഒരു ലൈറ്റ് ഈ റെഡ് കൂടി വന്നപ്പം റെഡ് ഒരു ഓറഞ്ച് പോലത്തെ റെഡാണ് കേട്ടോ. നല്ല രസമായി. അതുപോലെ സിമ്പിൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഫോട്ടോസൊക്കെ. അപ്പം കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരുന്ന പേജാണ്. അപ്പം എന്തെങ്കിലും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളും ആണ്, എന്നാൽ അതിൻ്റെ ഒരു ചെറിയ ഭംഗിയുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അന്ന് ഞങ്ങൾ കൊച്ചി വരെ പോയിട്ടുള്ള വിശേഷങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, റോസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണേ. നിങ്ങളൊക്കെ നല്ല ഉറക്കായിരുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഉറക്കൊന്നുമില്ല. ഹോട്ടലിൽ പോണോ ഉസ്താദ് ഹോട്ടലിൽ പോണോ? നമ്മൾക്ക് പൂരി എത്ര ഉസ്താദ് ഹോട്ടലിൽ പോവാ? അല്ല പൂരി ഇവിടെ അല്ലേ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഉണ്ടാവില്ലേ? വെജിറ്റേറിയൻ ഹോട്ടലാകുമ്പോ അതൊക്കെ കാര്യമായിട്ടുണ്ടാവും. ഇവിടെ കേട്ടോ SN ഹോട്ടൽ. പുട്ട് കടല കറുപ്പ ദോശ ഇഡ്ഡലി അത് റോസിന്റെ മുല്ലയുടെ തൊട്ട് പോയിരുന്നു. നമുക്ക് അവളെ പൂരിന്ന് എടുക്കാട്ടോ മുല്ല. നമുക്ക് ഇവിടെ തന്നെ കഴിച്ചിട്ട് അതാ റോസുകളുള്ളത് വന്നിട്ടുണ്ട്. എന്താണ് കുട്ടികളിൽ നിന്ന് അടിച്ചു മാറ്റാം. സൈസ് മാത്രം ഉണ്ടാവും പേടിക്കേണ്ടത്. കുഞ്ഞോൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ വിരിച്ച് കിടക്കാൻ ഇതാ. നിനക്ക് ബുദ്ധിമുട്ടായോ? ഇത് മസാല ദോശയാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് അപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഐസ്ക്രീം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കൊച്ചിയിൽ അങ്ങോട്ട് പോയി നോക്കിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാണും അവിടെ. അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെവിടെ പോണേ? കൊല്ലമോളെ പറയൂ. പറയേ, നേരത്തെ പറഞ്ഞ സ്ഥലം ഇതാ പറയും. കോഴിക്കോട്. കൊച്ചി കണ്ട് മനസ്സിലാക്കണം നമ്മളെവിടെ പോണേ. കണ്ടോ നല്ല സ്റ്റുഡിയോ വന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്നുള്ള യാത്രയാക്കുന്നത് എനിക്കൊരു
നല്ലൊരു എന്താ പറയുക കംഫർട്ടബിൾ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവർക്കും എന്തൊക്കെയോ പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫസ്റ്റ് സ്റ്റുഡിയോയിൽ വന്നിട്ട് കുഞ്ഞു പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊന്നും സ്റ്റുഡിയോയിലായിട്ട് ഞങ്ങളിവിടെ കൊച്ചി സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണെന്ന്. ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് ട്രെൻഡ്സ് അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്നാണ് മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാറ് കേട്ടോ. അവിടെ നല്ല തിരക്ക്, അതിന് ഒരുപാട് ക്യൂ നിന്നതിന് ശേഷമാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. ഷാജിന്റെ ഫ്രണ്ട് ഉണ്ട് സുബിൻസ്, ഞങ്ങൾ നാട്ടുകാരന അല്ലേ, അവന്റെ ജിമ്മ് ഉണ്ട് ഇവിടെ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. തിരക്കിട്ട് ജിമ്മിൽ പോകല്ലോ കേട്ടോ, അവനെ കൂട്ടാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സുബിൻസിനെ മീറ്റ് ചെയ്തു. നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ, പിന്നെ ഇവരുടെ ഒക്കെ ഫ്രണ്ടുമാണ്. ഞാൻ അവിടെ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് അവൻ്റെ ജിമ്മിൽ വന്നപ്പോഴാണ് അവൻ്റെ സമ്മാനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം മിസ്റ്റർ കേരള, മിസ്റ്റർ പാലക്കാട്, മിസ്റ്റർ മലപ്പുറം എന്ന് പറഞ്ഞ് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആള് ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായി. അവൻ്റെ ജിമ്മും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇപ്പം ആൾ അടുത്ത ഷോക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഇപ്പം നല്ല ബോഡി വെയിറ്റ് ഒക്കെ കൂട്ടി നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇനി അതൊക്കെ വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കാണല്ലോ ചെയ്യുക. അതൊക്കെയാണല്ലോ അതിൻ്റെ രീതികൾ. അങ്ങനെ റിസ്ക് എടുക്കണോ? നടക്കാനുള്ള കേട്ടോ, നീ ഇതൊക്കെ പിടിച്ച് വലിച്ച് വെറുതെ റിസ്ക് ആകല്ലേ. കുഞ്ഞുമോളുണ്ടെങ്കിൽ ഒരു ഒറ്റ പുളിങ്ങത്തും ഉണ്ടാവില്ലായിരുന്നു. അല്ലാതെ വേണ്ട, ഒന്ന് ഒരു കൈ കൊടുക്കും മക്കളെ ചെക്കന്. അവിടുന്ന് കിട്ടണത് മതി കാണിച്ചു കൊടുത്തില്ല. ഓൾക്ക് അങ്ങനെ തന്നെ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കുഞ്ഞു പുളി. നിങ്ങളിങ്ങനെ ഷെർലക് ഹോംസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പുളിങ്ങന്നല്ലേ എന്തോ പോലെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, തിന്നുമ്പോ ഒരു മനസ്സ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. ഞാനിപ്പോൾ ആലോചിക്കണത് എന്താ, ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് അസും ഈ ഒരു കാര്യം അറിയുള്ളൂ. ഒന്നാമത് അവരെ കൊണ്ടുപോകാഞ്ഞതേ അടുപ്പിച്ചൊരു 3-4 ദിവസം ഞാൻ മങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് തന്നെ സ്കൂളിൽ ലീവാണ്. പിന്നെ ഇന്നുകൂടി ലീവാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനൊരു വിവരം അവർ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം ചിലപ്പം ഈ വീഡിയോ വരുമ്പോഴാക്കാരെ അറിയാം. പുറത്തിട്ടില്ലേ നീ കഴിച്ചത് മൊത്തം എന്റെ പ്ലേറ്റിലാണല്ലോ. പച്ചക്കുപ്പി വെള്ളം, ആ വെള്ളത്തിൽ കുപ്പി കൊടുത്തോളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊച്ചിയിലുള്ള ഈ ഒരു സ്പോട്ടിൽ പോയിട്ടോ. എപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കാണും നല്ല നല്ല ഫോട്ടോസും റീൽസൊക്കെ ഈ ഒരു ലൊക്കേഷനിലുള്ള. അപ്പോൾ എപ്പോഴും വിചാരിക്കാറുണ്ടോ എനിക്കും വേണം അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് ഇക്കാൻ്റെ കൂടെ പോയപ്പോൾ അപ്പോൾ പിന്നെ ഒന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നല്ല ഈവനിങ് നല്ല ഓഫ് ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ കുഞ്ചൂസ് ഉള്ളതുകൊണ്ട് ഒരുപാട് നല്ല നല്ല ഫോട്ടോസും റീലിനും ഒക്കെ ഉള്ള കണ്ടന്റൊക്കെ എടുത്തു തന്നു. അപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഈ റീൽ എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പം ആവശ്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൊണ്ടു, ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം ഏകദേശം ഞങ്ങൾ അവിടെ തന്നെ ഒരു മഗ്‌രിബ് വരെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോയും റീലൊക്കെ എടുത്തിട്ട് കൊച്ചിയിലൂടെ അലയുകയാണ്. അത് അലഞ്ഞ പോലെ കാണാൻ നന്നായി അലഞ്ഞിട്ടുണ്ട്. വർക്കൗട്ടിന് സമയമായപ്പോ മുല്ലാണ് ഇപ്പൊ ഡിംപിൾസ്.
ഫോർട്ട് കൊച്ചിയിലൊക്കെ നടന്ന് ക്ഷീണിച്ച് ഇപ്പൊ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. ഷാജി എന്തൊക്കെയോ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി നടന്ന് ക്ഷീണിച്ചിട്ട് പിന്നെ കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. കുഞ്ഞുമോളാണ് ഞങ്ങളുടെ ഗൈഡ്. പിന്നെ സുബിൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞോ? എല്ലാരും വന്നല്ലോ അല്ലേ? ജട്ടിയിലെ കഴിഞ്ഞിരിക്കുന്നതൊക്കെ ദിവസം വരും നമുക്ക് ഉച്ചക്ക് തന്നെ പോയി ഫോട്ടോ എടുക്കാം. ചെക്കന ഒറ്റക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.